ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു സ്കെച്ച് ബുക്ക് ടൂറും അത് മാത്രമല്ല എൻ്റെ ഫയലിലുള്ള കുറച്ച് പിക്ചേഴ്സും കുറച്ച് മെറ്റീരിയൽസ് എൻ്റെ കയ്യിലുള്ളതാണ്. ഞാൻ പറയുകയാണ്, ഞാനൊരു ബിഗിനറാണ്. എനിക്ക് കുറേ ടൂൾസ് ഉണ്ട്, അത് എനിക്ക് ആവശ്യമില്ല. ബട്ട് എൻ്റെ ഡ്രോയിങ്സ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനത് ഇത്രയും ടൂൾസ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ടൂൾസ് കാണിച്ചു തരാം. ഇത് എൻ്റെ ഡ്രോയിങ് സാറ് എനിക്ക് ഒരു ഗിഫ്റ്റ് തന്നതാണ്. ദീപാവലിക്ക് ഒരു ഗിഫ്റ്റ് തന്നതാണ് ഈ പെൻസിൽ പൗച്ച്. ഇത് ഞാൻ യൂസ് ചെയ്യുന്ന ഓയിൽ പേസ്റ്റൽസ് ആണ്. ഇതിൽ മാക്സിമം ഞാൻ നന്നായി യൂസ് ചെയ്തു. അപ്പോൾ ഇനിയും ഒരെണ്ണം വാങ്ങിക്കണം എന്നുണ്ട്, അപ്പം വാങ്ങിക്കണം. ഇത് വന്നിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഹാൻഡ് ഗ്ലൗസ് ആണ്. ഇത് ഓയിൽ പേസ്റ്റൽസും ബ്രഷ് പെൻസും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ കളറാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇത് ഡോംസിൻ്റെ ഒരു കളർ പെൻസിൽ സെറ്റാണ്. 12 ഷെയ്ഡ്സ് വരുന്ന കളർ പെൻസിൽ സെറ്റാണിത്. എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. പിന്നെ ഇത് എൻ്റെ കുറച്ച് മെറ്റീരിയൽസ് ഉള്ള ഒരു പൗച്ചാണ്. ആർട്ട് ലൈൻ പെൻസിൽസ് ഉണ്ട്, ഡോംസിൻ്റെ ആർട്ട് ലൈൻ പെൻസിൽസ് ഉണ്ട്. പിന്നെ സ്കെയിലും സ്റ്റൈലർ സ്റ്റിക്ക് വരുന്നുണ്ട്. അതായത് നമുക്ക് ഹൈലൈറ്റ്സ് വരുമ്പം ഈ മുടി മീശ താടിയൊക്കെ വരുമ്പം അതിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ 2 സ്കെച്ച് പെൻസ് യൂസ് ചെയ്യുന്നുണ്ട്, ഒരു ബ്ലെൻഡിങ് ബ്രഷ് യൂസ് ചെയ്യുന്നുണ്ട്, ഒരു HP പെൻസിൽ എക്സ്ട്രാ ഒന്ന് യൂസ് ചെയ്യുന്നുണ്ട്, ഒരു ഇറേസറും ഷാർപ്പനറും യൂസ് ചെയ്യും, ഡൂഡിൽ പെന്ന്, പിന്നെ വൈറ്റ് ജെൽ പെൻ. ഇതാണ് ഡൂഡിൽ പെൻ. നമുക്ക് ഒരു പിക്ചർ വരയ്ക്കുമ്പം അതിൻ്റെ ഔട്ട്ലൈൻ ഒക്കെ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പെന്നാണിത്. ഇത് ഒരു ബ്ലെൻഡിങ് ബ്രഷ് പെന്നാണ്. ഇതാണ് ഞാൻ പറഞ്ഞ വൈറ്റ് ജെൽ പെൻ. നമുക്ക് കണ്ണിലൊക്കെ ഹൈലൈറ്റ്സ് വരുമ്പം ഓരോ വൈറ്റ് ഡോട്ട്സ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വൈറ്റ് ജെൽ പെൻ ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ക്രീമി വൈറ്റ് ആണ്. പിന്നെ ഒരു റെഡ് ഇങ്ക് യൂസ് ചെയ്യുന്നുണ്ട്, ഒരു ബ്ലാക്ക് പെൻ. നമുക്ക് ഡൂഡിൽ പെൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ബ്ലാക്ക് പെന്ന് യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ മെയിനായിട്ട് ഞാൻ A4 ഷീറ്റ്സ് ആണ് ഞാൻ ഉപയോഗിക്കാറ്. ഡ്രോയിങ്ങിനായിട്ട് ഇതുപോലെയുള്ള A4 ഷീറ്റ്സ് ഞാൻ ഉപയോഗിക്കും. പിന്നെ ഞാൻ പെയിൻറ് യൂസ് ചെയ്യുന്നത് ഫാബ്രിക് പെയിൻറ് ഉണ്ട്. അപ്പോൾ ക്യാമലിൻ്റെ ഈ ഒരു ഫാബ്രിക് പെയിൻറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. 10 ഷെയ്ഡ്സ് വരുന്ന ഈ ഒരു ഫാബ്രിക് പെയിൻറ്റ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൽ വൈറ്റും ഡാർക്ക് ബ്ലൂ, ലൈറ്റ് ബ്ലൂ ഒക്കെ വരുന്ന ഷെയ്ഡ്സ് ഉണ്ട് ഇതിൽ. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഫാൻ ടൈപ്പ് ബ്രഷസ് വരുന്ന ആർട്ടിസ്റ്റിൻ്റെ ഒരു ബ്രഷസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിൽ വന്നിട്ട് ഇതിപ്പം റീസെൻ്റായിട്ട് വാങ്ങിയതാണ്. ഇതും റീസെൻ്റായിട്ട് വാങ്ങിയ ഒരു ക്യാമലിൻ്റെ വാട്ടർ കളർ ട്യൂബ്സ് ആണ്. പിന്നെ ഇത് എൻ്റെ ഒരു ഡ്രോയിങ് ബുക്കാണ്. ഇത് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ അത്യാവശ്യം തിക്കായിട്ടുള്ള പേജസ് ഉണ്ട് ഇതിൽ. അപ്പം ഞാനിത് ഉപയോഗിച്ചിട്ടില്ല. അപ്പം ഞാൻ ഇനി
എൻ്റെ ഡ്രോയിങ് ബുക്ക് ഓൾഡ് ബുക്ക് കഴിഞ്ഞ് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാൻ എൻ്റെ ഒരു സ്കെച്ച് ബുക്ക് ടൂറാണ് കാണിക്കാൻ പോകുന്നത്. ഇത് ഞാൻ ഒരു ഫാബ്രിക് കാസ്റ്റലിൻ്റെ ഡ്രോയിങ് ബുക്കാണ് എടുക്കുന്നത്. 120 GSMൻ്റെയാണ് എടുക്കുന്നത്. കുറച്ച് പിക്ചേഴ്സ് ഉണ്ട്. ഇത് ഭഗത് സിംഗിനെ വരച്ചതാണ് ഞാൻ. ഇത് വന്നിട്ട് അബ്രഹാം ലിങ്കൺ വരച്ചതാണ്. അപ്പം ഞാൻ ഈ സൈഡിൽ ഓയിൽ പേസ്റ്റൽസ് വരച്ചിട്ടുണ്ടായിരുന്നു. ഇത് വരച്ചത് കാരണം നമുക്ക് ഈ ഒരു പാട് ഇതിലോട്ട് വരുന്നു. അപ്പം ഈ ന്യൂസ് പേപ്പേഴ്സ് അതിനായിട്ട് ഇവിടെ വെക്കുന്നുണ്ട്. ഈ സൈഡിലും ഞാൻ ഒരു ഓയിൽ പേസ്റ്റൽ ഡ്രോയിങ് ആണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഞാനൊരു ന്യൂസ് പേപ്പർ വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു കാർട്ടൂൺ ഉണ്ടല്ലോ, ഇപ്പം പുതിയതായിട്ട് വന്ന T2 എന്ന് പറയുന്നത്, അതാണ് ഞാൻ വരച്ചിരിക്കുന്നത്. പിന്നെ വേറൊരു കാർട്ടൂൺ ഡ്രോയിങ് ആണ്, ചീക്കു ബണ്ടി എന്ന് പറഞ്ഞിട്ട് നിക്കിലൊക്കെ വരുന്നതാണ്. ഇതൊരു കുഞ്ഞി ഗണപതിയെ വെച്ചതാണ്. ഞാൻ ഒരു വെങ്കടാചലപതി ലോഡിനെ വരച്ചതാണ്. ഇനി ഞാനൊരു പെൻഗ്വിൻ പോലെ ഒരു ഡൂഡിൽ ആർട്ട് പോലെ ഒരു ചെയ്തതാണിത്. പിന്നെ കുറച്ച് ബ്ലാങ്ക് ആയിട്ട് പേജസ് നിൽക്കുന്നുണ്ട്. ഇത് ഞാൻ എൻ്റെ ഡ്രോയിങ് ക്ലാസ്സിൽ പോയി വരച്ച ഒരു ഡ്രോയിങ് ആണ്. ഏകദേശം കുറച്ച് പിക്ചേഴ്സേ ഉള്ളൂ. ഇനിയും കുറേ പേജസ് വരയ്ക്കാനുണ്ട്. അതിപ്പോൾ റീസെൻ്റായിട്ട് എടുത്ത ഒരു ഡ്രോയിങ് ബുക്കാണ്. ഇത് വന്നിട്ട് ശിവ ആദിയോഗി, ഞാൻ നിഷായോഗയിലെ ശിവ അവരെ വരച്ചതാണ്. ഇത് ഓയിൽ പേസ്റ്റൽ ഡ്രോയിങ് ആണ് കേട്ടോ. അപ്പം ഞാൻ പെയിൻറ്റിങ് ട്യൂട്ടോറിയൽ ചെയ്തിട്ടില്ല. ഞാൻ ഈ ഇടയ്ക്കായിട്ട് തന്നെ എന്തായാലും പെയിൻറ്റിങ് ട്യൂട്ടോറിയൽ ചെയ്യും. ഇത്രയേ ഉള്ളൂ ഈ ഒരു സ്കെച്ച് ബുക്കിൽ. അടുത്തത് ഇതൊരു ഫയലാണ്, ഒരു ഡ്രോയിങ് ഫയലാണ്. അപ്പോൾ ഇതൊക്കെ പഞ്ചിങ് ചെയ്ത് വെച്ചേക്കുന്ന, ചിലതൊന്നും പഞ്ച് ചെയ്തിട്ടില്ല. ഇത് അതിലെ ഒരു പിക്ചർ അബ്ദുൽ കലാം, ഡോക്ടർ അബ്ദുൽ കലാമിനെ വരച്ചതാണ്. പിന്നെ ലോർഡ് മുരുക അവരെ വരച്ചതാണ് ഞാൻ. ഇത് എൻ്റെ ഡ്രോയിങ് സാറിൻ്റെ മോള് വരച്ചത് നോക്കിയിട്ട് ഞാൻ വരച്ചതാണ്. കുറച്ച് ഡിഫറൻസ് ഒക്കെ ഉണ്ട്, എന്നാലും ഞാൻ വരച്ചു. ഇതൊരു കാർട്ടൂൺ പോലെ ഞാൻ വരച്ചതാണ്. ഒരു ടോയ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതുപോലത്തെ വരച്ചതാണ്. പിന്നെ പിക്കാച്ചു വരച്ചതാണ്. നമ്മുടെ ബ്രഷ് പെല്ല് വരച്ചുകൊണ്ട് കുറച്ച് വാട്ടറായി, അപ്പം അതിങ്ങനെ സ്പ്രെഡ് ആയതാണ്. ഇത് ഞാൻ വിഷുവിന് വരച്ച ഒരു പിക്കാണ്. ഞാനിങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്കുമ്പം ഒരു ഫോൺ നോക്കി വരച്ചൊരു പിക്കാണ്. അപ്പം ഒരു ഡോഗ് ഇങ്ങനെ ഉറങ്ങുന്ന ഒരു കപ്പ് ഓഫ് ടീ ഒക്കെ വെച്ചൊരു ഈവനിങ്ങിന് വരച്ച പിക്കാണ്. ഇത് വന്നിട്ട് ലോർഡ് ശിവ പാർവതി, ആ ഒരു പിക്കാണ് ഞാൻ വരച്ചിരിക്കുന്നത്. ഇത് ലോർഡ് ശിവേനെ ഞാൻ ഒരു നോർമൽ പിക്കായിട്ട് ചെറിയതായിട്ട് വരച്ചതാണ്. ഇതൊരു സീനറി പോലെ വരച്ചതാണ്. ഇതെൻ്റെ സ്കൂളിലേക്ക് ഒരു അസൈൻമെൻറ്റ് കഥകളിക്ക് വേണ്ടി ഞങ്ങളുടെ ഗുരുപ്രസാദം എന്ന് പറഞ്ഞൊരു ചാപ്റ്ററിന് സ്കൂൾ അസൈൻമെൻറ്റിന് വേണ്ടി ചെയ്തതാണ്. ഇത് വന്നിട്ട് എൻ്റെ ഡ്രോയിങ് സാറുടെ ഡ്രോയിങ് ക്ലാസ്സിൽ പോയിട്ട് അവിടുന്ന് വരച്ച ഒരു പിക്കാണ്. ഇത് വന്നിട്ട് കളർ പെൻസിലാണ് കേട്ടോ.
ഇതൊക്കെ പഞ്ച് ചെയ്ത് വെച്ചത് കുറേ വിട്ടുപോയി. ഇത് വന്നിട്ട് ഡ്രോയിങ് ക്ലാസ്സിൽ നിന്ന് വരച്ച ഒരു പിക്കാണ്. ഇത് താജ്മഹൽ വരച്ചതാണ് ഞാൻ. ഇതൊരു റോസ് ഫ്ലവർ വരച്ചത്. ഇതൊരു പെൻസിൽ ഡ്രോയിങ് ആണ്, കളർ ഞാൻ കൊടുത്തിട്ടില്ല. ഇത് ഡാലിയ വരച്ചത്. ഇത് വന്നിട്ട് മേരിഗോൾഡ് വരച്ചത്. ഒക്കെ ചെറിയ പേജസിൽ വരച്ചപ്പം അങ്ങനെയാണ്. അത് ലോട്ടസ്, ഡോറേമോൺ വരച്ചതാണ് ഒരു കാർട്ടൂൺ. ഇത് ലില്ലി. ഇത് വന്നിട്ട് എൻ്റെ ഡ്രോയിങ് സാറ് വരച്ച പിക്കാണ്. അടുത്തതും ഞാൻ ഒരു ലോർഡ് ശിവയെ അവരാണ് വരച്ചിരിക്കുന്നത്. പിന്നെ കുറേ പഞ്ച് ചെയ്യാത്തതുണ്ട് കേട്ടോ ഈ ഒരു ഫയലിൽ. ഇത് വന്നിട്ട് ശ്രീകൃഷ്ണ രാധ വരച്ചതാണ്. ഇത് വന്നിട്ട് മഹാകാളി വരച്ചതാണ്. പിന്നെ കുറച്ച് ഞാൻ ബ്രഷ് പെൻ വെച്ചിട്ട് വരച്ചതാണിത്. അപ്പോൾ കുറച്ച് പരന്നിട്ടൊക്കെ ഉണ്ട്, എന്നാലും എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ നന്നായി വരച്ചു. ഓക്കെ, ഇത് വന്നിട്ട് കോഫി ടൈം എന്ന് പറഞ്ഞിട്ട് ഞാൻ വരച്ചതാണ്. ഇത് ലോർഡ് ജീസസ് വരച്ചതാണ്. ഇത് വന്നിട്ട് ഭരതനാട്യം ഒരു ഫോമിൽ ഞാൻ വരച്ചൊരു പിക്കാണ്. പിന്നെ ഇത് പൊങ്കൽ എന്ന് വരച്ച ഹാപ്പി പൊങ്കൽ എന്ന് പറഞ്ഞിട്ട് എഴുതിയ ഒരു പിക്കാണ്. ഇതൊരു ലോർഡ് ശ്രീകൃഷ്ണ വരച്ചത്. പിന്നെ ഇത് കഥകളി വരച്ചതാണ്. ഇതൊരു ഭരതനാട്യത്തിന് വരച്ചതാണ്. ഇത് തലപതി വിജയ് വരച്ചതാണ്. ഇത് വന്നിട്ട് നമ്മുടെ ഡാഫോഡിൽസ് വരച്ച ഒരു ഡാഫോഡിൽ ഫ്ലവർ വരച്ചതാണ്. സൺഫ്ലവർ പ്ലാന്റ് ആണ്. ടോം ആൻഡ് ജെറി വരച്ചാണ്. ഇങ്ങനെ ഫ്രീ ആയിരിക്കുമ്പം ഒക്കെ ഇതുപോലത്തെ കാർട്ടൂൺ ഡ്രോയിങ്സ് ഒക്കെ ചെയ്യാറുണ്ട്, ടി വിയിൽ നോക്കിയിട്ടും ഫോണിൽ നോക്കിയിട്ടൊക്കെ. ഡോറ വരച്ചതാണ്. മിക്കി മൗസസ്, 2 തരം മിക്കി മൗസസ് ആണ് വരച്ചു. ചോട്ടാ ഭീം വരച്ചിട്ടുണ്ട്. ഏകദേശം എനിക്ക് അറിയണ കാർട്ടൂൺസ് ഒക്കെ വരച്ചിട്ടുണ്ട്. ഒരു അണ്ണാൻ ഇങ്ങനെ ഒരു നിലത്തിരുന്നിട്ട് ഇങ്ങനെ ഒരു പഴം കഴിക്കുന്ന പോലെ ഒരു പിക്കാണ്. അപ്പം ഒരു ദേവി ഡ്രോയിങ് ആണ്. ഇത് ഞാൻ ഒരു ഫോണിലൊരു പിക്ക് നോക്കി വരച്ചത്. അടുത്തത് വന്നിട്ട് ഒരു കൃഷ്ണ ഡ്രോയിങ്. ഇത് നമ്മുടെ ബ്രഷ് പെൻ വെച്ച് വരച്ചതിൽ കുറച്ച് വെള്ളമായാൽ അങ്ങനെ സ്പ്രെഡാകും. അങ്ങനെയാണ് ഈ കണ്ണിങ്ങനെ സ്പ്രെഡായത്. പിന്നെ ഗാന്ധിജി, ഞാൻ ഗാന്ധി ജയന്തിക്ക് വരച്ചതാണ്. ഒരു വീണ വരച്ചതാണ്. പിന്നെ ഒരു പീസിനുള്ള ഒരു സിമ്പിൾ വരച്ചതാണ്. ഇത്രയേ ഉള്ളൂ ഈ ഒരു ഫയലിൽ. പിന്നെ അടുത്തത് ഇതിൽ വന്നിട്ട് കുറച്ച് ബ്രഷ് പെൻസും കണക്റ്റഡ് പെൻസും വെച്ചിട്ടുണ്ട്. കണക്റ്റഡ് പെൻസ്, പിന്നെ കുറച്ച് ബ്രഷ് പെൻസ്, പിന്നെ ഞാൻ ബഡ്സ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓയിൽ പേസ്റ്റൽസിനും ബ്ലെൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലെൻഡിങ് ടൂളാണ് ഈ ഒരു ബഡ്സ് എന്ന് പറയുന്നത്. കുറേയൊക്കെ യൂസ് ചെയ്തു ഞാൻ. ഓയിൽ പേസ്റ്റൽസിലാണ് കൂടുതലും ബഡ്സ് യൂസ് ചെയ്യാറ്. ഇത്രയേ ഉള്ളൂ. പിന്നെ ഒരു നിയോൺ പെൻ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, സ്കെച്ച് പെൻ. അപ്പം ഇത്രയും തിങ്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഒരു ബിഗിനറിന് ഇത്രയും തിങ്സ് ആവശ്യമില്ല, പക്ഷേ എൻ്റെ ഡ്രോയിങ്സിൻ്റെ സ്കിൽസ് ഇമ്പ്രൂവ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ താങ്ക് യു. അടുത്ത ഒരു വീഡിയോ നമ്മൾ റീസെൻ്റ് ആയിട്ട് തന്നെ ചെയ്യും. ഓക്കെ, അപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. അപ്പോഴേ നമ്മുടെ ചാനലിൻ്റെ കൂടുതൽ വീഡിയോസും നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.